നമുക്ക് ഒരു 10 വർഷത്തെ ഗ്യാപ്പിൽ ഓക്കെ. നമുക്ക് 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയൊന്നും ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ 1 കോടി രൂപ ഇപ്പോൾ 10 വർഷം കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് സേവ് ചെയ്താൽ പോലും ഒരു വർഷം കൊണ്ട് 12 ലക്ഷം ആവുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതെ. അല്ലേ? ആ. അപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ അല്ല. ഓരോ അതെ. മാസവും നമ്മൾ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ. അതെ. പക്ഷേ ഈ 10 വർഷം കൊണ്ട് നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ പണത്തെ വെറുതെ വെക്കുകയല്ല, അങ്ങനെ പണിയെടുക്കാൻ വിടണം. തീർച്ചയായിട്ടും. കാരണം പല ആൾക്കാരും പറയാൻ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കും. അതെ, ഒരു പ്രായം കഴിയുമ്പോൾ പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ഫുൾ ടൈം ഈ ജോബ് അങ്ങനെ തന്നെ കണ്ടിന്യൂ തീർച്ചയായിട്ടും ചെയ്യും. തീർച്ചയായിട്ടും. അത് പൈസക്ക് വേണ്ടി നമ്മൾ പണിയെടുത്താൽ അത് വളരുന്നതിനൊരു പരിധിയാണ്. പരിധിയില്ലാതെ. പക്ഷേ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ അത് വളരും. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കയറി വളരും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.